ഹായ്. നമ്മളെ രാവിലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ഒരാൾ അനാവശ്യം പറയുന്നുണ്ട്. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റ് വന്നു. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ ഈ കുറ്റം പറയാം, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒന്നും അറിയാതെ കിടന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴാണ്. ഇത് ഇൻസ്റ്റാൾമെൻ്റ് എടുത്തൊരു ആളാണ്. ഇൻസ്റ്റാൾമെൻറ്റ് ഇവിടെ കൊണ്ടുതരുന്നത് എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലായിടത്തും കൊണ്ടു കൊടുക്കുന്നത്. എൻ്റെ അമ്മ അയാളുടെ നിന്ന് ലാസ്റ്റായിട്ടൊരു ഫാനാണ് വാങ്ങിച്ചിരുന്നത്. ഇയാളാണെങ്കിൽ ഇയാളവിടുന്ന് ജോലി വിട്ട് ഇറങ്ങിയെന്നോ ഇയാളെ ജോലിയിൽ നിന്ന് അവിടുന്ന് പിരിച്ചിട്ടെന്നൊക്കെയാണ് ഞങ്ങൾ മുൻപറഞ്ഞത്. അതായത് വേറൊരാൾ പിരിവിന് വന്നുകൊണ്ടിരുന്നത്. ഇയാൾ ആദ്യം വന്നുകൊണ്ടിരുന്നു, പിന്നെ ഇയാൾക്ക് പകരം വേറൊരാളെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഏകദേശം ഒരു 2 വർഷത്തിന് മേളിലായി. അതായത് എൻ്റെ ഡോറയുടെയൊക്കെ ഡെലിവറി കഴിഞ്ഞ് ആ സമയത്തുള്ള സംഭവമാണ്. അതിനുശേഷം പൈസ എല്ലാം അടച്ച് തീർന്നതാണ്. ഇവനൊരു 1.5 മാസത്തിന് മുൻപ് ഇതുപോലെ ഒരിട്ട് എൻ്റെ അമ്മേനെ ഫോൺ വിളിച്ച്, അന്ന് ഞാനാണ് ഫോണെടുത്ത് സംസാരിച്ചത്. അമ്മേനെ വിളിച്ച് അനാവശ്യം പറഞ്ഞു രാത്രിയിൽ. അപ്പോൾ വെള്ളം അടിച്ച് കിറങ്ങിയിരിക്കുന്ന എന്തോ സമയത്താണ്. അപ്പോൾ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളിയെടുത്ത് ഞാനല്ല വെള്ളം അടിച്ചാൽ പുള്ളിയാണ്, ഇനി വേണേൽ അതും പറയും. അപ്പം പുള്ളിയെടുത്ത് ഞാൻ സംസാരിച്ചു, അങ്ങനെ ഫോൺ വെച്ചു. അതിനുശേഷം പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ അമ്മയുടെ വലിയ വായിലുള്ള സംസാരം കേട്ടിട്ട് ഞാൻ ചെല്ലുമ്പം അമ്മ ഫോണിൽ സംസാരിക്കുക. അപ്പം അമ്മ പറഞ്ഞ് എൻ്റെ അടുത്ത് അവനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ മേടിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പം അമ്മേനെ അവൻ ഭയങ്കര തെറി വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഹലോ വയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഇവൻ തെറി വിളിച്ചുകൊണ്ടിരിക്കുക അമ്മേനെ. അപ്പോൾ എനിക്കും ദേഷ്യം കയറി, ഞാനും തിരിച്ചു പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞപ്പം നീ വികലാംഗ കല്യാണം കഴിച്ച് ഞുണ്ടിയ കല്യാണം കഴിച്ചവനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഡോറേനെയൊക്കെ കുറയാൻ ആവശ്യം പറഞ്ഞു. അന്നേരമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ എൻ്റെ അമ്മേനെയും നിൻ്റെയും പെണ്ണുമ്പിളെയും ഇങ്ങോട്ട് വിട്, അവൻ നോക്കിക്കോളാം, അവൻ വെച്ചോട്ടെ. പിന്നെ പറഞ്ഞതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. ഞാൻ കോൾ റെക്കോർഡുണ്ട്, ഞാനൊന്ന് ജസ്റ്റ് അത് കേൾപ്പിക്കാം. ഇതിൻ്റെ പുറകെ ഞാൻ വേറൊരു വീഡിയോ ഇടാം, അതിനകത്ത് ഞാൻ കേൾപ്പിക്കാം. പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മാതിരി വാക്കുകളാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ദേഷ്യം കയറി, ഞാനും തിരിച്ച് മറുപടി കൊടുത്തു, ഇല്ല എന്നല്ല കേട്ടോ, മറുപടിയൊക്കെ കൊടുത്തു. പക്ഷേ ഇവനാണെങ്കിൽ പിന്നെ വീണ്ടും അമ്മയുടെ ഫോണിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് മനസ്സിലായി ഇവൻ അടങ്ങില്ല. അമ്മയുടെ അടുത്ത് അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ വിളിക്കുന്നിടത്ത് അമ്മ ചെല്ലുന്നത് വരെയും അവൻ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേര് ഇത് കേട്ട് സഹിക്കും? ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് പറയുന്നത് നിൻ്റെ വൈഫിനെ വിളിച്ചോ, അപ്പോൾ അത് കണ്ണൂട്ടനായിരിക്കും. എന്താൾക്കാരാണ് അവൻ പറയുന്ന കോൾ റെക്കോർഡ് എൻ്റെ ഉണ്ട്. കോൾ റെക്കോർഡല്ല, ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ടത്. അതുപോലെ തന്നെ ഇതുപോലുള്ള അനാവശ്യം പറയാം. ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ കളിയാക്കി എന്ത് മനുഷ്യൻ, അതും ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു ലേഡി വന്നിട്ട് ഭയങ്കര റോങ് ആയിട്ട്. പിന്നെ എൻ്റെ ഭാവം മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഭാവം പറയാതെ വേറെ ആരുടെ ഭാവം പറയും? ഒരാൾ വിളിച്ച് നമ്മളെ തെറി പറഞ്ഞു എന്നുള്ളത് എൻ്റെ ഭാഗമല്ലാതെ ഞാൻ അയാളുടെ ഭാഗത്ത് അയാൾ എന്നെ ഇങ്ങനെ തെറി വിളിച്ചായിരുന്നു, ടെക്ക് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എന്ത് മനുഷ്യനാടേ നിങ്ങളൊക്കെ?